നമ്മുടെ കണ്ണ് നമുക്ക് ദൈവത്തിന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. Close our eyes in the presence of God. എല്ലാ തരങ്ങളും ചലിപ്പിച്ച് ഒരു നിമിഷം സ്തോത്രം പറഞ്ഞാട്ടെ. Let all mouths start to move and give praise to God this morning. പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം കർത്താവിനെ സ്തുതിക്കേണ്ടതിന്, That you may praise God according to the grace you have received. അതരങ്ങൾ ചലിപ്പിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Start to move your lips and praise God. Hallelujah. 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 പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, Oh, holy heavenly Father, ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. we completely submit ourselves into your hands. ഇന്ന് പകൽ കർത്താവ് ഞങ്ങളെ ആരാധിപ്പാൻ ബലപ്പെടുത്തി. You have enabled us and strengthened us to worship you this morning. അങ്ങയുടെ മേശയിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ സഹായിച്ചു. You enabled us to take part in your table. അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റിമണികൾ പാൻ ദൈവം സഹായിച്ചു. You enabled us to hear a blessed testimony. ഞങ്ങളെ വീണ്ടും ചലിപ്പിക്കുന്നതിനായി സ്തോത്രം. Thank you for once again you're moving ഞങ്ങളെ us. വീണ്ടും അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. Thank you once again for you're going to bless us. വചനങ്ങളുടെ ആഴം ഞങ്ങൾക്ക് തുറന്നു തരാൻ പോകുന്നതിനായി Thank you for you're going to take us to the depth of your word. പരിശുദ്ധാത്മാവ് കൃത്യമായി ഞങ്ങളോട് സംസാരിക്കണമേ. Oh, speak to us specifically. ഈ ജനത്തെ ഇന്ന് പകൽ അനുഗ്രഹിക്കണമേ. Oh, bless your people this ഈ morning. സഭയെ കർത്താവ് അനുഗ്രഹിക്കണമേ. Bless this church this morning. ദൈവദാസനെ കുടുംബത്തെ ദൈവം സഹായിക്കണമേ. Bless the pastor and his family. യേശുവിൻ നാമം തന്നെ. In Jesus' name. Amen. Amen. ആമേൻ. Amen. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ഉച്ചയാവുന്ന സമയം മഹത്വപ്പെടുമാറാകട്ടെ. May the holy name of Jesus be blessed this morning, this afternoon time. ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many of you are happy to be in the presence of the Lord? നന്നായി കരമുയർത്തി കർത്താവിന് സ്തോത്രം കൊടുക്കാം. Lift up your hands high and praise God. കഴിഞ്ഞ 2 രാത്രിയിലും 2 പകലും നിങ്ങളോടൊപ്പമായി കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം I want to ചെയ്യുന്നു. praise and thank God for the privilege He has given me to be with you the last 2 days and 2 nights to share with you from the Word. കേരളത്തിലുള്ള ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവസഭയുടെ ഒരു സഭയുടെ ശുശ്രൂഷകനായും കർത്താവ് തന്നിരിക്കുന്ന ശുശ്രൂഷയുമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തും കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. I ask you for your prayers as I'm ministering in a Church of God church in Alapura and throughout every area God is sending me. Please keep me in your prayers. മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 2 ദിവസം. The last 2 days were unforgettable days. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശുശ്രൂഷയ്ക്കും കർത്താവ് ഒരു ലെവൽ മാറ്റിയിരിക്കുന്നതിനായി ഞാൻ കർത്താവിനെ I സ്തോത്രം praise and I believe and I thank God and I praise Him that God has taken me to a new level in my ministry. Praise the Lord. Praise God. Praise the Lord. Praise God. ഇന്നലകളിൽ വ്യാപരിച്ച ദൈവശക്തി നമ്മുടെ നടുവിൽ ഇന്ന് പകലുമുണ്ട്. Even the power that moved in our midst yesterday and the day before is in our midst today. എൻ്റെ സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ വേദപുസ്തകത്തിലേക്ക് ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. Due to a lack of time, let me come quickly to the Word of God. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടിയായി. Let everyone be in the presence of God in an attitude of prayer. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. Acts chapter 1 verse 8. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് ലൈൻ. The first line of Acts chapter 1 verse 8. മതി. മതി. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. But you will receive power. എത്ര പേരാ വചനം ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു? How many people listen carefully to this word? എത്ര പേർക്ക് ആ വചനം മനസ്സിലായി? How many people understood this word? ഇന്ന് പകൽക്കാലം മറ്റൊന്നും വന്നില്ലെങ്കിലും This morning, if nothing else comes, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വരണം. let the Holy Spirit of God come upon us. നമ്മുടെ സഭയിൽ വരും എന്നല്ല അവിടെ It doesn't say that it will come in our church. നമ്മുടെ വീട്ടിൽ വരുമെന്നല്ല It പറയുന്നത്. doesn't say it will come in our home. നമ്മുടെ പ്രയർ ലീഡർമാരുടെ മേൽ വരുമെന്നല്ല It doesn't say പറയുന്നത്. it will come upon our prayer leaders. നമ്മുടെ കൊയറിന്റെ മേൽ വരുമെന്നല്ല It doesn't പറയുന്നത്. say it will come upon the choir. നമ്മുടെ പാസ്റ്റർമാരുടെ മേൽ വരുമെന്നല്ല It doesn't പറയുന്നത്. say it will come upon the pastor. നിങ്ങളുടെ മേൽ But it വരുമ്പോൾ will come upon you. എത്ര വിശ്വസിക്കാൻ How കഴിയും? many of you believe that? ആ കരങ്ങൾ ഉയർത്തി സ്വീകരിക്കാൻ എത്ര കഴിയും? Lift up your hands and praise God if you believe that. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വചനം മാത്രമല്ല, അത് ഇന്ന് രാവിലെ ഇവിടെ സംഭവിക്കുന്ന പകലാണ്. This is not just simply written here in the Word of God, but this morning it is going to happen. നമ്മുടെ മേൽ ആത്മാവ് വരുമ്പോൾ ഈ ഇരിപ്പല്ല ഇരിക്കുന്ന, ചലിച്ചുകൊണ്ടേയിരിക്കും. For when the Spirit of God comes upon us, we won't be sitting here like we are sitting now, but we will move. ബൈബിൾ പറയുന്നു, But the Word of God says, ഒട്ടോളം അല്ല, അരയോളം അല്ല, No. നീ
നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരാത്മനദിയ അഭിഷേകം എന്ന് പറയുന്നത്. The word of God says the anointing of the Holy Ghost will not be just to our knees, our waist, but even past that until we are able to swim. That is how the power of God will ഈ come. ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കളെ ഇന്ന് രാവിലെ ഞാൻ ആത്മാർത്ഥമായി പറയാം, ഈ അഭിഷേകവുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങി പോകാവൂ. Oh, children of God who are sitting here, experience the power of God in the service today. I am telling you with all sincerity, don't leave this place without fully experiencing the power of God. അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു തലമുറയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. We are in an age that you and I are standing there that many people misunderstand what the anointing of the power of God is. ഒരു കൂട്ട സമൂഹം പഠിപ്പിക്കുന്നു അഭിഷേകം തീർന്നുപോയി, യേശു ക്രിസ്തു ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ അഭിഷേകം പിന്നെ ഭൂമിയിൽ ഇല്ല എന്ന് ഒരു കൂട്ടർ One പഠിപ്പിക്കുന്നു. group of people teach that the power of the Holy Spirit or the anointing is no longer there because after Jesus died, was resurrected and taken to heaven, the work of the Spirit ended there. ഒരു കൂട്ടർ അഭിഷേകത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അന്യഭാഷ വിശ്വസിക്കുന്നില്ല, ആത്മനിറവിനെ വിശ്വസിക്കുന്നില്ല. Although there's another group of people, although they believe in the power of the Holy Spirit, they don't believe in the speaking of tongues and all the miracles. മറ്റൊരു കൂട്ടർ അന്യഭാഷയും അഭിഷേകത്തെയും അവർക്ക് തോന്നിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. And there's another group of people that try to control the Holy Spirit according to their thoughts and their desires. അവർ പറയുന്നത് എന്താ അവർക്കറിയത്തില്ല, അവർ ചെയ്യുന്നത് എന്താന്ന് അവർക്കറിയില്ല. They don't know what they're saying and they don't know what they're doing. എന്നാൽ പുതിയ നിയമസഭയോട് കർത്താവ് പറയുന്നു പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. But the New Testament says the power of the Holy Spirit is the power of a sound mind. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് തുള്ളുന്നതും ചാടുന്നതും അല്ല പരിശുദ്ധാത്മാവ്. The Holy Spirit is not about jumping up and down. കേവലം അന്യഭാഷ പറയുന്നതല്ല The പരിശുദ്ധാത്മാവ്. Holy Spirit is not about just speaking in tongues. പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകുമ്പോൾ തുള്ളത്തില്ലെന്നും ചാടത്തില്ലെന്നും ഹല്ലേലൂയ ചിലപ്പോൾ ശബ്ദം വെക്കത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, തെറ്റിദ്ധരിക്കപ്പെടരുത്. പക്ഷേ അത് മാത്രമല്ല അഭിഷേകം. അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചറിയണം. And you must understand what the anointing is. It is not, I'm not saying that you will not jump up and down, you will not speak in tongues, and you will not make a sound, but you must understand that is not all what the Holy Spirit is about. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം How മനസ്സിലായി many people understand that? അഭിഷേകം എന്താണ്? What is the anointing? അഭിഷേകം എന്ന് പറയുന്നത് ബഹളമല്ല. The anointing is not a big commotion. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. Listen carefully. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ, When I ഞാൻ studied the Word of ദൈവസന്നിധിയിൽ God, പ്രാർത്ഥിച്ചപ്പോൾ when I was praying, ദൈവം എന്നെ പഠിപ്പിച്ച ചെറിയ ചിന്ത പറയുക. I'm sharing with you the small thought that God എത്ര gave me. പേര് ഇന്ന് പകൽ അത് എന്നോട് കൂടെ ചേർന്ന് വരുന്ന I don't എനിക്കറിയത്തില്ല. know how many people will agree with me this morning. അത് മനസ്സിലാകുന്നെങ്കിൽ ആരാധിക്കാൻ തോന്നുമെങ്കിൽ ആരാധിച്ചോണം. And if you agree with me, if you have come for that, you worship God. അഭിഷേകം എന്ന് പറയുന്നത് What the anointing രണ്ട് is, വാക്കിൽ ഒതുങ്ങുന്നതല്ല. it is not limited with 2 words. എന്റെ കർത്താവിനെ പഠിപ്പിച്ച അഭിഷേകം എന്ന് പറഞ്ഞാൽ But the anointing my God taught നീ me ഒരു is വഴിയെ പോകുമ്പോൾ when you are going one way, ആ വഴി നിനക്കൊരു പ്രശ്ന ദുർഘടമുള്ള വഴിയെന്ന് കാണുമ്പോൾ and if it is a way of danger before you, നീ അറിയാതെ നിന്നെ മറുവഴിയായി പറഞ്ഞു വിടുന്നത് അഭിഷേകം എന്ന് the പറയുന്നത്. anointing is something that will take you to a way that is of safety. നിന്റെ തലമുറ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ When your generations walk out of your home, നിനക്ക് പോകാൻ പറ്റാത്തിടത്ത് കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. when you cannot go with them, that is where the Holy Spirit will go with them. ആമേൻ. നിന്റെ ജോലി സ്ഥലത്ത് നീ അറിയാതെ നിന്നെ സ്മരിക്കുന്ന പരിശുദ്ധാത്മാവ്. It is the Holy Spirit that is with you at your നിന്റെ workplace. കുടുംബത്തെ ഭരിക്കുന്നത് It's the പരിശുദ്ധാത്മാവ്. Holy Spirit that rules you in your home. സകല സത്യത്തിലും വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവ്. It is the Holy Spirit is the one that will lead you in all truth. സുബോധം വരുത്തുന്നത് The Holy പരിശുദ്ധാത്മാവ്. Spirit will give you a sound mind. പാപബോധം വരുത്തുന്ന The Holy പരിശുദ്ധാത്മാവ്. Spirit will give you a conviction of sin. അഭിഷേകത്തെ നിറയ്ക്കുന്ന The പരിശുദ്ധാത്മാവ്. Holy Spirit will fill you with an anointing. പാപത്തെ വിട്ടു പോകുന്ന The പരിശുദ്ധാത്മാവ്. Holy Spirit will take you away from sin. തെറ്റെന്ന് പറയുന്നത് The പരിശുദ്ധാത്മാവ്. Holy Spirit will say that sin is വിശ്വസിക്കുന്നവരെ sin. മടിച്ച കർത്താവിനെ സ്തോത്രം ചെയ്ത് All those who ആരാധിക്കുക. believe it, clap your hands and worship ഈ God. അഭിഷേകം ചിലതിന് മേൽ വന്നുകൊണ്ടിരിക്കുക. This anointing is coming upon ഈ some അഭിഷേകം people. ചിലരെ ഭരിച്ചുകൊണ്ടിരിക്കുക. This anointing is ruling over ഈ people. അഭിഷേകത്തെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. In this anointing, healing is ഈ taking അഭിഷേകത്തെ place. തൊട്ടുകൊണ്ടിരിക്കുക. This anointing is touching അത് you. അനുഭവിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. All those who are experiencing, praise ആത്മാവിൽ God. കർത്താവിനെ സ്തുതിക്കട്ടെ. Praise God in the Spirit. ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വരട്ടെ. Let this anointing come upon you. എത്ര പേർ വിശ്വസിക്കുന്നു? How many people believe it? ഹല്ലേലൂയ. Hallelujah. നല്ല കർത്താവിന് നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. To the good God, give a great praise. Hallelujah. ഹല്ലേലൂയ.
Amen. നിന്റെ കുഞ്ഞിന് നിനക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. You may be able to give food to your നല്ല children. ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ You may പറ്റും. be able to give them a good dress. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും. You may be able to give them a good പക്ഷേ വീട് education. വിട്ടു പോകുമ്പോൾ നിനക്ക് കൂടെ പോകാൻ But when പറ്റുകയില്ല. they leave the home, you cannot go with them. അവർ ഫ്രണ്ട്സിനൊത്തായിരിക്കുമ്പോൾ നിനക്ക് കൂടെ പോകാൻ When they are പറ്റുകയില്ല. with their friends, you are not able to be with them. അവർ പട്ടണത്തിലായിരിക്കുമ്പോൾ നിനക്കൊപ്പം പോകാൻ പറ്റുകയില്ല. And when they're going through the country, you will not be able to അവര് be with them. പ്രത്യേകം റൂമിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ നിനക്ക് അവിടെ ചെല്ലാൻ പറ്റുകയില്ല. When they are shut up in a room, you are not able to എന്നാൽ go ഞാൻ in. മകൾ വിളിച്ചു പറയുന്ന പരിശുദ്ധാത്മാവിന് But I'm calling out about the Holy നിന്റെ Spirit today. കുടുംബത്തെ നിയന്ത്രിക്കാൻ കഴിയോ? But the Holy Spirit is able to അവനെ control your തടയാൻ family. ആർക്കും കഴിയത്തില്ല. No one is able to resist him. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ പറ്റുമോ? Are you able to believe him this morning? ആമേൻ. നടുവേദന മാറുന്നല്ല ഇന്ന് വലുത്. It is not a great thing for your back തലവേദന pain to be മാറുന്നല്ല removed. ഇന്ന് വലുത്. This morning is not great for your സകല headache to be സത്യത്തിലും removed. വഴി നടത്തുന്നുണ്ടോ ചിന്തിക്കാൻ കഴിയുമോ? Are you able to see if you are able to ഈ walk in the all ആത്മാവിനെ truth? ഇന്ന് പകൽ എത്ര പേർക്ക് വേണം? How many people want this anointing this ഇന്ന് morning? രാവിലെ കർത്താവ് റിസീവ് ചെയ്യുക. In this morning, receive it in അത് Jesus' name. പ്രാപിക്കുന്നവർ കർത്താവിനെ ചേർന്ന് പ്രാപിച്ചാൽ All മതി. those who are receiving, receive it together and worship God. Hallelujah. Hallelujah. Amen. Jesus. അഭിഷേകമില്ലാത്ത ക്രിസ്തീയ ജീവിതം അത് ശൂന്യമായ The ജീവിതമാണ്. Christian life without an anointing is an empty ഒരു life. ദൈവവേദന്റെ മാനദണ്ഡമാണ് അഭിഷേകം. It is an honor for a child of God to have the anointing. വേദപുസ്തകം പറയുന്നു അന്യഭാഷ പറയുന്നവൻ ദൈവത്തോടാണ് The സംസാരിക്കുന്നത്. word of God says, മനുഷ്യനോടല്ല. he who speaks in other tongues speaks to God. ഇന്ന് പകൽ ഞാൻ ആ വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് And before I get into that word this morning, ഞാൻ ആത്മാവിൽ ദൈവജനത്തോട് ദൂത് പറയട്ടെ. let me give a counsel in the spirit to the നിങ്ങൾക്കധികം children of God. ഭാരമെന്ന് തോന്നുന്ന ഏത് വിഷയമായാലും Whatever you feel is a great burden for you in your നിങ്ങൾ life. പലവട്ടം ട്രൈ ചെയ്ത It വിഷയമായാലും may be many things that you have tried many നിങ്ങൾ times in your life. പരാജയത്തിന്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ If you are standing here upon defeat, ഒറ്റ വഴിയേ ഉള്ളൂ. there is only one ഈ way. അഭിഷേകത്തെ നീ കൂട്ടുപിടിച്ചു. You must grab a hold of this anointing. Amen. Amen. Hallelujah. മനസ്സിലായി? How many people understood that? ഈ ശക്തി നിന്റെ മൺകൂടാരങ്ങളുണ്ടെങ്കിൽ If this power is in your mud കഴിഞ്ഞ vessels, ദിവസം ഞാൻ ഓർപ്പിച്ചു. I reminded you before, നിങ്ങൾ കാല് വെക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കാൻ when you പോകുകയാണ്. put your foot in a place, there's going to be a miracle. നമ്മൾ അസാധാരണ മനുഷ്യരാ. We are ordinary people. നമ്മൾ സാധാരണ മനുഷ്യരാ. We are- സാധാരണ We മനുഷ്യരാ. are ordinary people. നമുക്കൊരു കഴിവില്ല. We have no abilities. പക്ഷെ ദൈവത്തിന്റെ കൃപയാ നമ്മെ നിർത്തിയേക്കുന്ന വിശ്വാസം എത്ര പേരുണ്ട്? But how many people believe that God is the one who has kept us this ഇന്ന് far? പകൽക്കാലം ഈ അഭിഷേകം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many people have a desire for this ഞാൻ anointing? കർത്താവിനെ സ്തോത്രം ചെയ്യുക. I praise my God for this. അപ്പോസ്തല പ്രവൃത്തിയിൽ ആമേൻ 1-8 വാക്യത്തിൽ വായിച്ച തിരുവചന ഭാഗമാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. And that is what we read in Acts chapter 1 verse 8. But you വളരെ shall receive the പ്രാർത്ഥനയോടുകൂടെ power. ദൈവസ്ഥനായിരിക്കണം. Let us be in much prayer in the presence of എന്തിനാണ് God. പരിശുദ്ധാത്മാവ് വരുന്ന എന്നൊരു ചെറിയ ചിന്ത നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച് നമ്മൾ ആത്മാവിൽ ആരാധിക്കാൻ We are പോകുകയാണ്. going to have a small thought together with the reason why the power of God comes upon us, and then we're going to worship ആരാധന God. കഴിയുമ്പോൾ ആമെ കോളർ നനഞ്ഞ് തുള്ളിച്ചാടാനുള്ളതല്ല. The anointing and the power of God is not that you would just sweat and just be full of the sweat and then jump up and ഞാൻ down. ഇന്ന് പകൽക്കാലം എനിക്ക് സന്തോഷം തോന്നി. And I was very happy this ഈ morning. പട്ടണത്തിൽ പല സഭകളിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. Even though I went to many churches in this land, ഇത്ര ഭംഗിയായി ആരാധിക്കുന്ന സഭയ്ക്കായി ഞാൻ കർത്താവിനെ I സ്തോത്രം praise and thank ചെയ്യുകയാണ്. God for a church that worships God this beautifully. ഇവിടുത്തെ കൊയറിനെ ഞാൻ ശ്രദ്ധിച്ചു. I look carefully at the choir of this church. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പാടുന്ന കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം I was തോന്നി. very joyful when I saw the choir that was submissive to the Holy Ghost. എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല? How many did not anyone understand that? ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്, തെളിവാണതൊക്കെ. This is the evidence that the Holy Ghost is here. യേശു കർത്താവിന്റെ പരസ്യകാല ശുശ്രൂഷ തീർന്ന ശേഷം And after the public ministry of Jesus Christ was over, 3.5 തിരുവയസ്സ് കർത്താവ് ശുശ്രൂഷ ചെയ്തതിനു ശേഷം and after ministering for 3.5 years, 33.5 തിരുവയസ്സിൽ യേശു ക്രൂശിൽ കയറുകയാണ്. at 33.5 years, he's climbing to the cross. അവന്റെ കാലുകളിൽ ആണിയടിച്ചു, അവന്റെ കൈകളിൽ ആണിയടിച്ചു. And upon his hands and his feet, the nail was pierced. അവന്റെ ശരീരം മൊത്തം കണ്ടം ഉഴുതുമറിക്കുന്ന പോലെ ഉഴുതുമറിച്ചു. And all his body was cut up. അവന്റെ ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ട് അടി വാങ്ങി. And on his back was beaten with a whip. ആ ശരീരത്തെ കടിക്കുന്ന ചാട്ട കുരുങ്ങി കഴിയുമ്പോൾ വലിച്ചൂരുകയാണ്. And when the claw and the whips were caught on his flesh, he was ripped apart. 39 അടി എന്റെ യേശുവിന്റെ ശരീരത്തിൽ അടിച്ചു. And upon the body of my Jesus, there were 39 stripes. 33.5 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും അതിരിപ്പുണ്ടോ? Is there anyone here that is 33.5 years? പ്ലീസ് കരമൊന്ന് ഉയർത്തി Can you lift കാണിക്കാമോ? up your hands? 33 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? Is there anyone who's 33 years old? 33.5
33 and a half. അങ്ങേ അറ്റത്തൊരു സഹോദരനുണ്ട്, കൈ ഉയർത്തി കാണിച്ചേ. I see someone there. Lift up your hand. എന്റെ യേശു അടി വാങ്ങിയത് അതേ പ്രായത്തിലാണ്. It is at that age that my Jesus took a beating. ആ ചെറുപ്പക്കാരൻ അടി വാങ്ങിക്കുന്നെങ്കിൽ നമ്മൾ സഹിക്കാൻ കഴിയുമോ? If that young man is taking a beating, will we bear it? ആ യേശുവിന്റെ ശരീരത്തിൽ അടിച്ച ആ ചാട്ടകൾ വലിച്ചു പറിക്കുമ്പോൾ മാംസം മാത്രമല്ല എല്ലൂടെ ഒടിഞ്ഞു പുറത്തു വരികയായിരുന്നു. And when he was taking that whip on his back, not only was his flesh coming, but even pieces of his bone was breaking. ഇതെല്ലാം സഹിച്ചു എന്റെ യേശു കാൽവറിയിൽ മൗനമായി. And after bearing all this, he was quiet on the cross. ഇന്ന് പകൽ എന്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ ഒന്ന് ചിന്തിക്കണം. Oh, my fathers and mothers and parents, listen carefully. യേശു കർത്താവിന്റെ ശരീരത്തിൽ ആണി അടിക്കുമ്പോൾ, ആമ ചാട്ട കൊണ്ട് അടിക്കുമ്പോൾ, കാർക്കിച്ചു തുപ്പുമ്പോൾ, റോമൻ നാണയത്തുട്ടുകൊണ്ട് അവന്റെ മുഴാമ രോമങ്ങൾ പിച്ചി പറിക്കുമ്പോൾ, കറുത്ത കോമ തുണി കൊണ്ട് കണ്ണ് കെട്ടി അവനെ കോലുകൊണ്ട് അടിക്കുമ്പോൾ, എന്റെ യേശുവിന് രക്ഷപ്പെടാൻ എത്ര പ്രാവശ്യം അവന്റെ ശാരീരിക മനസ്സ് പറഞ്ഞിട്ടുണ്ടാകും. Do you know how much his mind may have told him when he was going through all the suffering and abuse and all this pain in his body? He must have told him, you must escape from this. നമ്മൾ ഇന്ന് പകൽക്കാലം അപ്പം നുറുക്കി തിന്നു, ഈ വീഞ്ഞ് നമ്മൾ കുടിച്ചു, നമ്മൾ വിശ്വസിക്കുന്നു ആമേ കർത്താവിന്റെ ശരീരത്തെ നമ്മൾ പങ്കാളിയായെന്ന്, രക്തത്തിൽ പങ്കാളിയായെന്ന്. എന്നാൽ ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണമേ, യേശു ക്രിസ്തുവിന്റെ രക്തത്തെയും മാംസത്തെയും ഓർക്കാത്ത ഒരു ദിവസമുണ്ടെങ്കിൽ അന്ന് നീ ക്രിസ്ത്യാനിയല്ല. Hallelujah. This morning we took part of the Lord's table, and when we took it, we said we took part in the sufferings of our Lord Jesus Christ. But in any day of a Christian's life, if you don't remember the suffering of Christ, I am calling out, you are not a Christian. എനിക്ക് എൻ്റെ കർത്താവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് അതിശക്തമായി പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. I have a desire that I should speak powerfully about the cross of പക്ഷേ എൻ്റെ Christ. സബ്ജക്റ്റ് പരിശുദ്ധാത്മാവെന്നുള്ളതാണ്. But my subject today is about the Holy യേശു Spirit. കർത്താവ് അരിമത്ഥ്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടു. When Jesus was buried in the tomb of Joseph Arimathea, 3 ദിവസം അവൻ കല്ലറയ്ക്കകത്തിരുന്നിട്ട് 3-ാം നാൾ and ഉയർത്തെഴുന്നേറ്റു. being in the tomb for 3.5 days, he rose up the third day. 40 ദിവസം തന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് അവിടെ പല സ്ഥലങ്ങളിലായി വെളിപ്പെട്ടു. And in the next 40 days, he was revealed to his disciples in various places. ലൂക്കോസ് എഴുതി വെച്ചു, ഹല്ലേലൂയ, യേശു കർത്താവ് 120 പേരുടെ മുമ്പിൽ വെച്ച് സ്വർഗ്ഗത്തിലേക്ക് അവൻ എടുക്കപ്പെട്ടു. And in Acts, Luke is writing in front of the 120 people, Jesus is being risen to heaven. അവസാനമായി യേശു കർത്താവ് 120 പേരോട് പറയുന്ന അവസാനത്തെ ഹല്ലേലൂയ ഓർഡറാണ്, അവസാനത്തെ ദൂതാണ്, അവസാനത്തെ ഹല്ലേലൂയ കമാൻഡിംഗ് ആണ്, അവസാനത്തെ വാക്കാണ് നാം ഇന്ന് രാവിലെ വായിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, And what we read is the final message, command and counsel that God is giving to the 120 people. You shall receive power. എന്താ കർത്താവ് ഉദ്ദേശിച്ചത്? And what my God decided or desired is, വായിക്കുമ്പോൾ കാണാൻ കഴിയും. we can understand what it is when we read നിങ്ങൾ below. ശക്തി ലഭിച്ചിട്ട് But when you receive power, യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകണം. you will go into Jerusalem, Samaria, and even unto the uttermost parts of the world. നിങ്ങളെ വചനം ശ്രദ്ധിച്ചാട്ടെ. If you listen, look carefully at the word. യെരൂശലേമിലും ശമരിയയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകണമെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. And Jesus is telling his disciples, you must go to Jerusalem, Samaria, and the uttermost parts of the world. ഹല്ലേലൂയ, പോകാൻ ഓർഡർ കൊടുത്തിട്ട് And the order was to go. അടുത്ത ഒരു നിമിഷം കർത്താവ് വാക്കുകൾ നിർത്തി. And for the next few minutes, he stopped his word. എന്നിട്ട് യേശു ശിഷ്യന്മാരെ നോക്കി 120 വരെ നോക്കി പറയുകയാ, പോകാൻ വരട്ടെ. Take a stop before you go. Wait there for a second. യേശു പോകാൻ പറഞ്ഞു. Jesus said to go. എന്റെ സാക്ഷിയാകാൻ പറഞ്ഞു. He said, be my witness. എന്നിട്ട് യേശു പറയുകയാ, And then Jesus saying, പോകാൻ ചാടി പോകാൻ വരട്ടെ. be still, but don't go so quickly. നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട. Don't go by yourself. മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ But there വരുന്നുണ്ട്. is a helper that is coming with you. അവനെയും കൊണ്ട് ഇന്ന് പകൽ പോകണം. You must go with him. ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേൾക്കുക. Listen carefully today. മറ്റൊരു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ When the Holy Spirit comes upon നിങ്ങൾ you, ശക്തി ലഭിച്ചിട്ടേ പോകാവൂ. you must go only after receiving the ഈ വാക്ക് power. പറഞ്ഞ് യേശു സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുകയാ. And after saying this, Jesus is taken to heaven. 120 പേരുടെ തല മുകളിലോട്ട് നോക്കി നിൽക്കുകയാ. And the 120 people, their heads are lifted to heaven. മേഘങ്ങളിൽ നിന്ന് 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. And in the clouds, two angels have been ആ revealed. ദൂതന്മാർ പറഞ്ഞത് ഇങ്ങനെ, പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കണ്ട, അവൻ പോയതുപോലെ മടങ്ങി വരും. And they're saying to the people, oh men, don't keep looking to the heavens. The way that Jesus came, the same way he'll come back. സഭയോട് ഞാൻ അവിടെ ദൂത് പറയട്ടെ. And let me say the counsel to the church this morning. ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞത്, മാലാഖമാർ പറഞ്ഞത്
പറഞ്ഞത് അവൻ പോയതുപോലെ മടങ്ങി വരുമെന്നാ. And what the angel said was the way he went, he will come back. അവൻ എവിടെയാ മടങ്ങി വരുന്നേ? Where is he coming back? എവിടെ നിന്നാണോ പോയ അവിടെ തന്നെ മടങ്ങി വരും. From where he has gone to there, he will come back. ഞാൻ എൻ്റെ യേശുവിനോട് ഒരിക്കൽ ചോദിച്ചു, And I asked my Jesus this once, പിതാവാൻ ദൈവം കർമ്മേലി വന്നിട്ടില്ലേ? didn't Father God come to Mount പിതാവാൻ Carmel? ദൈവം ഹോരേബിൽ വന്നിട്ടില്ലേ? Didn't Father God come to Mount Horeb? പിതാവാൻ ദൈവം സീനായിൽ വന്നിട്ടില്ലേ? Didn't Father God come to Mount Sinai? അടുത്ത വരവ് കർത്താവേ ഹോരേബിലോ സീനായിലോ കർമ്മേലിലോ വന്നുകൂടെ? Can't Jesus come to Horeb or Sinai or Carmel? ഒലുമല തന്നെ നീ വരുന്നേ? Why are you just coming to the one mountain? ചോദിക്കാൻ കാര്യമുണ്ട്. There's reason why I asked. ഒരിക്കലും എൻ്റെ യേശുവിന് ഒലുമല സന്തോഷത്തിന്റെ മലയല്ലായിരുന്നു. Because Mount of Olives was never a mountain of joy for my Jesus. ഞാൻ ഒന്ന് തെളിഞ്ഞു പറയാം. I will say it clearly. ശ്രദ്ധിച്ച് കേൾക്കണം. Listen carefully. ഒലുമല യേശുവിന് സന്തോഷമല്ലായിരുന്നു. Mount of Olives was not a place of joy for കൂടെ Jesus. ഉണ്ടെന്ന് പറഞ്ഞ പത്രോസ് ഇട്ടിട്ട് പോയ മലയ ഒലുമല. The one Peter who said that he is with him is the one who is the mountain that he left Jesus and went away. ആമേ തലേ രാത്രി അപ്പം തിന്നും വീഞ്ഞു കുടിച്ചിട്ടും പോയവൻ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത മലയ ഒലുമല. Mount Olive is a place where the one who had bread and wine with him gave a kiss of betrayal and left him. കള്ളനെ പോലെ കയ്യിൽ വിലങ്ങ് വീണ മലയ ഒലുമല. It is a place where Jesus was bound as a criminal. Hallelujah. ആമേൻ. Hallelujah. ആമേ അല്പസമയത്തിന് മുമ്പ് പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ നിലമ്പാട് വീണ് കരഞ്ഞിട്ട് സ്വർഗത്തിലെ തമ്പുരാൻ അല്ലെങ്കിൽ പിതാവാം ദൈവം പുത്രനോട് മൗനമായിരുന്ന യഹോവയായ ദൈവം പോലും മിണ്ടാതിരുന്ന മലയ ഒലുമല. Mount Olives was a place where Jesus poured out his heart and cried out to the Father God in heaven, and where Father God in heaven was quiet to him. ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലായി? How many people understand? അധികം തകർന്ന മലയ ഒലുമല. Mount Olive is a place where he was destroyed. കൂടെ നടന്നവർ ഉപേക്ഷിച്ച മലയ. It is the place of those who are walking with him betrayed him. നിനക്കത് സംഭവിക്കില്ലെന്ന് പറഞ്ഞവൻ ഇട്ടിട്ട് പോയ മലയ. It is a place where the one who said that it should not happen to you left him and went away. പിതാവാൻ ദൈവം പോലും ഉപേക്ഷിക്കപ്പെട്ട മലയ. It is a place where the Father God in heaven was quiet upon him. യേശുവോട് ചോദിച്ചു, കർത്താവേ, And I asked to Jesus, Lord, ഇത്രമാത്രം നിന്ദിക്കപ്പെട്ട തകർന്ന മലയിൽ നീ എന്തിനാ ഇനിയും വരുന്നേ? വേറെ ഏതെങ്കിലും മല കണ്ടെത്തിക്കൂടെ? oh Lord, in the place where you were so destroyed and left alone, why do you want to come back there? Don't you want to go to any other mountain? എത്ര പേർക്ക് ഇന്ന് രാവിലെ മനസ്സിലായി? How many people understood today? ഞാൻ ഇന്ന് പകൽ ചോദിക്കട്ടെ, Let me ask you this morning. നിങ്ങൾക്കൊരു ഭവനം പ്രതികൂലമാണെങ്കിൽ, If there's a home that is ആ against you, ഭവനത്തിലുള്ളവരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചെങ്കിൽ, if everyone in that home ആ has betrayed ഭവനത്തിലുള്ളവരെല്ലാം you, നിനക്ക് എതിരാണെങ്കിൽ, if all that home is against നീ you, പിന്നെ രണ്ടാമത് വീട്ടിൽ കയറി ചെല്ലുമോ? will you go in there the second time? എന്നാ എന്റെ യേശു പറയാ, But my Jesus is ആമേൻ, saying, ഞാൻ ഇവിടെ തന്നെ മടങ്ങി വരും. I will come back right here. ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, I asked my Lord like this, ഇത്ര നിന്ദിക്കപ്പെട്ട മലയിൽ നീ എന്തിനാ വരുന്നേ? why are you coming back to a place of എന്റെ shame? കർത്താവിന്റെ പേഴ്സണൽ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു, And in my personal prayer, Jesus said to കുഞ്ഞേ, me, എന്റെ ഹിതമല്ല, oh, my son, this is not ഇത് my എന്റെ will. ഹിതമല്ല, This is not my എന്റെ will. പിതാവിന്റെ ഇഷ്ടമാ, But it is the will of my എന്റെ Father. പിതാവിന്റെ ഇഷ്ടമാ. It is the will of my ഇന്ന് Father. പകൽ പിതാവിന്റെ ഇഷ്ടം നിറവേറാൻ And the will of my Father will ആര് be ദൈവത്തെ fulfilled. ഏൽപ്പിച്ചു കൊടുക്കും? How many will be willing to give കരമടിച്ച് it? കർത്താവിനെ സ്തോത്രം ചെയ്യട്ടെ. Clap your hands and worship the Lord. Hallelujah. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ ചോദിച്ച കർത്താവേ, And I asked, Lord, എന്താ പിതാവിന്റെ ഇഷ്ടം? what is the will of the Father? ഇനി നിന്നെ ക്രൂശിക്കാനാണോ? Is it to crucify you നിന്നെ again? തള്ളുന്നവരുടെ മുമ്പ് ഇനി നീ അവമാനിക്കപ്പെടാനാണോ? Is it that you would be ashamed in front of those who എന്റെ യേശു betray എന്നെ you? പഠിപ്പിച്ച ചിന്ത പറയാം. And I will teach you what എന്റെ Jesus taught പിതാവിന്റെ me. ഇഷ്ടം കേൾക്കണം. Listen to the will of my Father. നിങ്ങളെ കുറിച്ചുള്ള പിതാവിന്റെ ഇഷ്ടം കേൾക്കണം. Listen to me, the will of the Father about യേശുവിനെ you. കുറിച്ചുള്ള പിതാവിന്റെ ഇഷ്ടം ഇങ്ങനെയായിരുന്നു. This was the will of the Father about തന്റെ Jesus. പുത്രനായ ക്രിസ്തു That the Son Jesus, എവിടെ തകർന്നു, wherever he was destroyed, എവിടെ നിന്ദിക്കപ്പെട്ടു, wherever he was put to shame, എവിടെ ഒറ്റപ്പെട്ടു, wherever he was left alone, എവിടെ കയ്യിൽ വിലങ്ങ് വീണോ, wherever he was bound, എവിടെ പിതാവാൻ ദൈവം മൗനമായോ, wherever the Father was quiet, അവിടെ തന്നെ കൊണ്ടുവന്ന് right where he was ഒരു this രാജാവായി happened, രാജാവായി ഉയർത്തുവാൻ, that a King of Kings would be ഒരു lifted up, രാജാവായി ഉയർത്തുവാൻ. that a King would be lifted up. ഇനി അവൻ വരുന്നത് ആണിയടിക്കാനല്ല, He is not coming again to be crucified. ഇനി അവൻ വരുന്നത് ശിരസ്സ് മുൾക്കിടം He is not വെക്കാനല്ല, coming to wear the crown of thorns. ആ കിരീടം വെക്കാനല്ല. He is the one that is going to wear a ഇന്ന് രാവിലെ crown. ദൈവാത്മാവ് പറയാ, This morning the Spirit of നീ God is saying, തകർന്നെടുത്ത്, where you have been നീ destroyed, വേദനിച്ചെടുത്ത്, where you have had നീ pain, ഉടഞ്ഞെടുത്ത്, where you were destroyed and broken, രാജകീയ പദവിയാ. there God is giving you a kingship.
Hallelujah. Worship the Lord. Hallelujah. 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 ഒരു രാജകീയ അഭിഷേകം വ്യാപരിക്കട്ടെ. Let a kingly anointing be ഒരു released. രാജകീയ അഭിഷേകം വ്യാപരിക്കട്ടെ. Let a kingly anointing be released. യേശുവിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം. The anointing that was released through the Father, through Jesus. Thank you, Jesus. Thank you, ഈ Jesus. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നു. It is this power of the Holy Spirit that's coming on നാളെ you. പ്രവൃത്തി ദിവസമാ. നാളെ പ്രവൃത്തി ദിവസമാ. ജോലി സമയമാ. Tomorrow is the day of work. പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം. But I'm saying in the Spirit one നീ thing. അവിടെ തകരാനുള്ളവനല്ല. You are not to be destroyed നീ there. അവിടെ തകരാനുള്ളവളല്ല. You are not supposed to be destroyed നിന്റെ മേൽ there. ഇന്ന് പകൽ രാജകീയ അഭിഷേകം But പകരപ്പെടുകയാണ്. this morning a kingly anointing is being released upon you. പുത്രനെ ഒലിവുമലയിൽ എങ്ങനെ ഉയർത്തുമോ Just as how the Father will lift up the അതേപോലെ Son നിന്നെ on Mount ഉയർത്തുന്ന Olive. പകലാണിന്ന്. This is the morning that God is lifting you മനസ്സിലാകുന്നവർ up. ആരാധിക്കാൻ All those തയ്യാറാണ്. who understand, be ready to worship ഈ God. അഭിഷേകം നിന്റെ മേൽ വരട്ടെ. May this anointing come on നിന്റെ you. കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ. Let it come on your നിന്റെ children. സഭയുടെ മേൽ വരട്ടെ. Let it come on the church. Oh, mighty God. Mighty God. ഇന്ന് പകൽ വെറുതെ ഇരിക്കരുത്. Don't sit simply this morning or quietly this morning. ആത്മാവ് സഭയോട് പറയുന്നു. The Spirit is speaking to the church. ചെവിയുള്ളവൻ കേൾക്കട്ടെ. Let him who has an ear hear. Hallelujah. Amen. 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 Hallelujah. ഞാൻ ഇന്ന് രാവിലെ ചോദിക്കട്ടെ. Let me ask you this morning. നിങ്ങളുടെ പാസ്റ്റർ കൂടെ ഞാൻ കഴിഞ്ഞ 3 വർഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചും ചിന്തിക്കുക. Just imagine that I lived the last 3 years with your pastor. 3 വർഷത്തിന് ശേഷം ഞാൻ ഇവിടെയുള്ളതായ ഒരു ടൗണിൽ നിൽക്കുമ്പോൾ And after 3 years, while I'm standing in the town nearby, ഇവിടുത്തെ സഭാ സെക്രട്ടറി എന്നെ റോഡിൽ വെച്ച് കണ്ടു ചിന്തിക്കുക. let's say the secretary of the church saw me there. അദ്ദേഹം എന്നോട് ചോദിച്ചു, And he asked me this. താങ്കൾ ജോർജ് പി ചാക്കോയുടെ വീട്ടിലല്ലേ താമസിക്കുന്നേ? Aren't you living in the home of Pastor George P. ഞാൻ Chaco? തല നന്നായി ആട്ടി പറഞ്ഞു, അതെ ഞാൻ അവിടെ And താമസിക്കുന്നത്. I said, yes, I'm living there. ആമേൻ. ആ സഹോദരനോട് ചോദിച്ചു, And then the brother asked me, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, let me ask you something. ആ പാസ്റ്റർ എങ്ങനെയുണ്ട്? How is that pastor? പാസ്റ്റർക്ക് എത്ര മക്കളുണ്ട്? How many children does that pastor have? പാസ്റ്ററിന്റെ ഭാര്യയുടെ പേരെന്താ? What is the name of the pastor's wife? പാസ്റ്റർക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താ? What is the food that the pastor likes? പാസ്റ്റർക്ക് ജോലിയുണ്ടോ? Does the pastor have a job? ആമേൻ. ഞാൻ ആ സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു, And I said to the brother like this. എന്റെ ആമേൻ പോക്കറ്റിൽ നിന്ന് ഞാൻ എന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. I took my visiting card and gave it to the brother. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, And I said like this. ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് നീ എന്നെ വിളിക്കണം. And you must call me before 12 a.m. this ജോർജ് tonight. പാസ്റ്ററെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാൻ തരാം. I will give you all the details about Pastor George P. അദ്ദേഹം Chaco. ചോദിച്ചു, എന്തിനാ അത്രയും ടൈം എന്തിനാ? And he asked, why do you ഞാൻ need that പറഞ്ഞു, much time? അദ്ദേഹത്തിന്റെ ഒരു ടെസ്റ്റിമണി അടങ്ങിയ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചിട്ട് ഇന്ന് രാത്രി ഞാൻ പറയാം. And I told him I have a book about his testimony. I will read ഇന്ന് it and I രാവിലെ will ഞാൻ tell you ചോദിക്കട്ടെ, tonight. ദൈവത്തിന്റെ പൈതലേ, And let me ask you, a child of കഴിഞ്ഞ God. 3 വർഷമല്ല, കഴിഞ്ഞ 1 വർഷം തന്റെ കൂടെ താമസിച്ച എനിക്ക് And not only the last 3 years, but the last 1 തന്റെ year that I മക്കൾ stayed with him. ആരാന്ന്, തന്റെ മക്കൾ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലേ? Don't I know how many children he has? തന്റെ വൈഫിന്റെ പേര് എനിക്ക് അറിയത്തില്ലേ? Won't I know the name of his wife? തന്റെ ഇഷ്ട ഫുഡ് എന്താന്ന് എനിക്ക് Won't I know അറിയത്തില്ലേ? the food that he likes? തനിക്ക് എത്ര കാർ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലേ? Won't I know how many cars he has? തനിക്ക് ജോലി ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ലേ? Won't I know that he has a job? ഞാൻ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ ഉറങ്ങിയതല്ലേ? Did I not sleep in ഞാൻ the bedroom he അദ്ദേഹത്തിന്റെ gave ലിവിംഗ് me? റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതല്ലേ? Did I not pray in his living room? ഞാനിത് ഡൈനിങ് ഹാളിൽ ഇരുന്ന് ആഹാരം Did കഴിച്ചതല്ലേ? I eat on his dining table? ആന്റി എനിക്ക് ഭക്ഷണം തന്നതല്ലേ? Did they not give me the food? അവർ ഒരുമിച്ച് എന്നെ താമസിപ്പിച്ചതല്ലേ? Didn't they allow me to live with them? ആ വ്യക്തിയെ പറ്റി പറയാൻ എനിക്ക് എന്തിനാ മറ്റൊരു ബുക്ക്? Why do I need a book to tell about his life? ഞാൻ അനുഭവിച്ചതല്ലേ? Did I not experience it? ഞാൻ കണ്ടതല്ലേ? Did I not see it? ഈ Jesus. ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. And there's a question the disciples are പത്രോസ് asking. ചോദിച്ചെന്നിരിക്കട്ടെ, Let's say Peter is asking, കർത്താവാം ദൈവമേ, oh, Lord Jesus, യെരൂശലേമിലും യഹൂദയിലും ശമരിയിലല്ല, ഇനി വേണമെങ്കിൽ ഇന്ത്യ വരെ പോകാൻ ഞാൻ തയ്യാറാണ്. I am ready to go not only Jerusalem and Judea, but even to India. നീ പറഞ്ഞില്ലേ ശക്തി പ്രാപിച്ചിട്ട് പോകാവൂന്ന്? Didn't you say you must only go after receiving the നിന്നെ power? പറ്റി പറയാൻ എനിക്കൊരു ശക്തിയുടെ ആവശ്യമില്ല. I don't need another power to speak about you. എനിക്കറിയാം നിന്റെ അപ്പൻ ആരാന്ന്, I know who your father is. നിന്റെ അമ്മ ആരാന്ന് I know എനിക്കറിയാം, who your mother is. നിന്റെ സ്വഭാവം എനിക്കറിയാം, I know your nature. നീ ചെയ്ത എത്ര അത്ഭുതം I എനിക്കറിയാം, know all the miracles you നിന്നെ did. ആരാ നിന്റെ കയ്യിൽ വിലങ്ങിട്ടത് എനിക്കറിയാം, I know who bound your hands. നിനക്ക് എത്ര ശിഷ്യന്മാരുണ്ടെന്ന് I എനിക്കറിയാം. know how many disciples you have. പിന്നെ എന്തിനാ മറ്റൊരു ശക്തി? Then why do I need another power? Jesus. Thank you, Jesus. എത്ര പേർക്ക് മനസ്സിലായി? How many people understood? യേശു കർത്താവ് പറഞ്ഞത് വെറുതെയായോ?
is what Jesus said of no use ന്യായമായ now. ചോദ്യമല്ലേ? Isn't it a apt question? യേശുവിന്റെ കൂടെ നടന്നു ഊണിലും ഉറക്കത്തിലും മല കയറിയും മലയിറങ്ങിയും അത്ഭുതങ്ങൾ കണ്ട് അടയാളങ്ങൾ കണ്ട് ഈ 120 പേർക്ക്, അല്ലെങ്കിൽ ഈ പത്രോസിന്, ഈ യോഹന്നാന്, ഈ അന്ത്രയോസിന് യേശുവിനെ പറ്റി ഭാരതം മുഴുവനും ലോകരാജ്യം മുഴുവനും വിളിച്ചു പറയാൻ ഇനി എന്തിനാ അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ സ്പർശിച്ചിട്ടില്ലാത്ത മറ്റൊരാടെ സാന്നിധ്യം, മറ്റൊരാടെ ഗൈഡൻസ് എന്തിനാ യേശു പത്രോസ് പറയാൻ കുഞ്ഞേ? Hallelujah. Why do these 120 people, or the 12 disciples that walked morning, night, and noon with Jesus, that had food with him and lived the lifestyle that he lived, and saw everything that happened in his life, even Peter, Andrew, and John that went through so many things in their life, they may be asking, why do we need another power to tell about what Jesus has done? എത്ര പേര് ഇന്ന് പകൽ എൻ്റെ കൂടെ ഉണ്ട്? How many people are with me? ഈ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I'm going to say this counsel and I'm going to pray. ശ്രദ്ധിച്ച് കേൾക്കുക. Listen carefully in the നീ spirit. ചോദിച്ചു, കർത്താവേ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. And you said, Lord, I know you well. You are the one who delivered my generation. You are the one who gave me children. You gave me a job. You gave me a family. You gave me a car. You gave me a house. You gave me money. In order to say about you, I don't need any other power. But God is saying, no, son, in order to speak about me, in order to live as my son and my daughter, we cannot do it without this power. And in the end, Jesus is saying, you must only go after receiving the power. Hallelujah. അഭിഷിക്തന്മാരുടെ മേൽ ഈ ശക്തി വരികയാണ്. And upon the anointed, this power is coming. ശക്തിയല്ല, It's not the power you received before. പുതിയൊരു അനുഭവം കടന്നു It വരികയാണ്. is a new experience. അഭിഷിക്ത ദാസ്യങ്ങളുടെ അഭിഷേകം And വരികയാണ്. upon the anointed woman, a new power is ശക്തി coming. വ്യാപരിക്കട്ടെ. May this power be അത് released. സ്വീകരിച്ചാട്ടെ, ആത്മാവിൽ സ്വീകരിച്ചാട്ടെ. Clap your hands and worship ആര് the സ്വീകരിക്കും? Lord. ആര് സ്വീകരിക്കും? How many will receive it? Oh. ഈ Hallelujah. ശക്തി പ്രാപിച്ചുകൊണ്ട് Receive this ഈ power. 10ാം ദിവസം And on this 10th ഈ day, പ്രാർത്ഥന കഴിഞ്ഞ് after this prayer, ഇവിടുന്ന് പോകാവൂ. when you leave with this power. Oh, Rabashakura Malaria Labasa. പ്രാപിച്ചോ. Receive. ഒറ്റയ്ക്ക് പോകല്ല. Don't go without it. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചോ. Grab hold of the Holy Spirit. Become a friend with the Holy Spirit. Hallelujah. ഒറ്റയ്ക്ക് പോകരുത്. Don't go alone. ഒറ്റയ്ക്ക് പോകരുത്. Don't go alone. ഇതിനെ കൂട്ടുപിടിച്ചോ. Grab hold of a friendship with the Holy ഞാൻ Spirit. ഇന്ന് പകൽ ആത്മാവിൽ പറയുക. And I'm saying in the Spirit today, പത്രോസ് ചോദിച്ചു. Peter is asking, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. listen to me carefully. 120 പേർ The 120 people, ഒരുമിച്ച് മലയറാ പോലെ നിൽക്കുക. they're standing around the mountain. അതിനകത്ത് യേശുവിന്റെ അമ്മയുണ്ട്. In it is the mother of Jesus, യേശുവിന്റെ Mary. സഹോദരന്മാരുണ്ട്. The brothers of Jesus are there. ആമ ശിഷ്യന്മാരുണ്ട്. The disciples are there. ആമ വട്ടത്തിൽ നിൽക്കുകയാണ്. They're standing in a circle. യേശു 40 ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ട് And on the 40th day when Jesus was സ്വർഗ്ഗത്തിലേക്ക് revealed, എടുക്കപ്പെടാൻ സമയം മാത്രമേ ഉള്ളൂ. there's only time for him to ആ go to സമയം heaven. പറയുക ഞാൻ പോകുന്നു. It is at that time he's saying, മറ്റൊരു I'm going. കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും. But there is someone else coming after അവൻ me. നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. He will lead you in all truth. സകല സത്യത്തിലും വഴി He നടത്തും. will lead you in all truth. സകല സത്യത്തിലും വഴി He നടത്തും. will lead you in all truth. നിന്റെ കുഞ്ഞുങ്ങളെ നിനക്ക് സത്യത്തിൽ വഴി നടത്താൻ പറ്റുന്നില്ലെങ്കിൽ If you're not able to lead your ഇന്ന് children in മകൻ truth, കർത്താവേ എന്റെ തലമുറ നിന്റെ കൈ തരികയാണ്. oh Jesus, I'm giving my children into your hands. നിന്റെ മാനേജരെ സത്യത്തിൽ നടത്താൻ പറ്റുന്നില്ലെങ്കിൽ If your manager is not able to walk in നീ truth, പറ എന്റെ മാനേജരെ നിന്റെ കൈ here തരികയാണ്. Lord, I'm giving my manager in your നീ hands. പറ നിന്റെ ജനത്തെ നിന്റെ കൈ And say, തരികയാണ്. here I'm giving my people in your hands. എന്റെ ജനത്തെ നിന്റെ കൈ I'm തരികയാണ്. giving my people in your അവൻ hands. ഇന്ന് സത്യത്തിന്റെ ആത്മാവിനാ നിറയ്ക്കട്ടെ. May he fill them with the power of truth. Amen. എന്നെ ശ്രദ്ധിക്കണം. Listen to me carefully. പെട്ടെന്ന് നിർത്താം. I'm going to stop quickly. പത്രോസ് ചോദിച്ചു. Peter asked. എന്തു പറഞ്ഞാലും എടുത്തു ചാടി പറയുന്ന ഒരുത്തന്റെ പേരാ പത്രോസ്. Peter is one who will jump out and അതുകൊണ്ട് speak നമുക്ക് immediately after he hears something. പത്രോസിനെ നമുക്ക് എടുക്കാം. So let's take Peter. 120 പേരുടെ മുമ്പിൽ പത്രോസ് മുമ്പോട്ട് കാലുകൾ വെച്ചു. And in front of the 120 people, Peter put യേശുവിന്റെ his foot അടുക്കലേക്ക് forward. ചെന്നിട്ട് ചോദിച്ചു, എന്തിനാ നിന്നെ പറ്റി പറയാൻ ഞങ്ങൾക്ക് മറ്റൊരു ശക്തി? He went to Jesus and he said, in order to speak about you, why do we
we need another power. യേശുവിന്റെ തോളിൽ കൈവച്ചു. And Jesus put his hand on his shoulder. പത്രോസിനോട് പറഞ്ഞു, പത്രോസ്, And he said to Peter like ഞാൻ this, ഇതുവരെ നിന്നോട് ഒന്നും ചോദിച്ചില്ല. Peter, I did not ask you of anything before. ഇതുവരെ ഞാൻ നിന്നോട് ഒന്നും I ചോദിച്ചില്ല. didn't ask anything of you before. പക്ഷെ നീ തന്നെ അവസരം ഇട്ടത് കൊണ്ട് But because you gave me this opportunity, ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയാൻ പോവാ. this morning I'm going to tell you. എത്ര കേൾക്കാൻ തയ്യാറാ? How many are ready to hear this? എന്തിനാ ശക്തി എന്ന്? Why do you need the power? യേശു കർത്താവ് പത്രോസിന്റെ മുഖത്ത് നോക്കി. Jesus looked at the face of Peter. ബാക്കിയുള്ളവരെല്ലാം ആമെ ചുറ്റി നിൽക്കുകയാ. Everyone else is standing around. പത്രോസിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, He looked at Peter and said like this, മോനെ പത്രോസേ, "Oh son Peter, ഞാനും നീയും you and I ആമെ മറ്റു രണ്ട് ശിഷ്യന്മാരും and the two other disciples, യഥസമയം നിൽക്കുമ്പോൾ when we were in the Garden of ഒരുത്തൻ വന്ന് Gethsemane, കയ്യിൽ വിലങ്ങിട്ടപ്പോൾ when another person came and നീ bound അവന്റെ my hand, കാതറുത്തിട്ട് പോയില്ലേ? didn't you cut his ear and run നീ away? എന്നെ ഇട്ടിട്ട് പോയില്ലേ? Didn't you leave me?" ഇത് ഞാൻ സ്വർഗത്തിലുള്ളപ്പോഴല്ല, It's not when I was in ഇത് heaven. ഞാൻ It is ഭൂമിയിലുള്ളപ്പോഴായിരുന്നു. when I was in earth. പത്രോസിന്റെ മുഖം താത്തു. And the face of Peter went അവനെ down. താടിക്ക് പിടിച്ചു പൊക്കി. Jesus lifted up his face. പത്രോസിന്റെ മുഖത്തേക്ക് യേശു നോക്കുകയാ. And Jesus looking at the face of Peter. തീർന്നില്ല, യേശു പറയുകയാ, Jesus is not finished. He's saying, ആമേൻ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, "Did not I say to you, കോഴി കൂവുന്നതിന് മുമ്പ് before the cock crows നീ 3 എന്നെ times, തള്ളി പറയുന്നു പറഞ്ഞില്ലേ? did not I say you will betray and പക്ഷേ deny കോഴി deny me കൂവിയ 3 സമയം, times?" But at the time when he was അതിന് crowing, മുമ്പേ even before ഒരു that, പടയാളിയുടെ മുമ്പിൽ, in front of a soldier, കാവൽക്കാരന്റെ മുമ്പിൽ, in front of a ഒരു gatekeeper, പെൺകുട്ടിയുടെ in മുമ്പിൽ front of a girl, എന്നെ അറിയുന്നില്ല തള്ളി പറഞ്ഞില്ലേ? didn't you say that you did ഇത് not ഞാൻ know me? സ്വർഗ്ഗത്തിലുള്ളപ്പോഴല്ലായിരുന്നു, It was not when I was in ഇത് ഞാൻ heaven. It was ഭൂമിയിലുള്ളപ്പോഴായിരുന്നു. when I was on earth. പത്രോസ് കരയാൻ തുടങ്ങി. And Peter started to cry. പത്രോസ് കുറ്റബോധം തരാൻ തുടങ്ങി. And Peter started to have a കരയുന്ന conviction. പത്രോസിന്റെ കണ്ണിൽ തുടച്ചു. And he wiped the tears of the അവനെ Peter was യേശു crying. കർത്താവ് കെട്ടിപ്പിടിച്ചു. And he hugged Peter. എന്നിട്ട് പറഞ്ഞു, And he said like this, തീർന്നില്ല കുഞ്ഞെ, "It's not over, ഒരിക്കൽ son. ഞാനും നീയും One day you and I, തടാകത്തിന് അക്കരെ പോകാന്ന് പറഞ്ഞപ്പോ when I said, let's go to the other നമ്മൾ side, യാത്ര തിരിച്ചില്ലേ? did we not take ഞാൻ that journey? ക്ഷീണിതനായതുകൊണ്ട് അല്പം ഉറങ്ങി. And because I was tired, I took പക്ഷെ some sleep. കാറ്റ് വന്നു, തിരമാല വന്നു. But when the winds and the storm നിന്റെ came, പടക് മുങ്ങാൻ when your സമയമായപ്പോ boat was about to sink, നീ എന്നോട് ചോദിച്ചില്ലേ, did you not ask? എന്നെ കുറിച്ച് വിചാരമില്ലയോ എന്ന്? Don't you have a care for ഒരു us? നിമിഷം നീ എന്നെ വിചാരമില്ലാത്തവനാക്കിയില്ലേ? Then one moment did you say that I did ഒരു not care for സെക്കൻഡ് you? എന്നെ വിചാരമില്ലാത്തവനാക്കിയില്ലേ? Did you not make me as a person who does not care നീ for you? എന്നെ വിട്ട് അല്പസമയം മാറിയില്ലേ? Did you not stay away from me for ഞാൻ some time? ഭൂമിയിലുള്ള സ്വർഗത്തിലുള്ളപ്പോഴല്ല, It's not when I was in ഞാൻ heaven. ഭൂമിയിലുള്ളപ്പോഴാ. It was when I was on earth. എത്ര പേർക്ക് How മനസ്സിലായി? many people understand? ഓടാമാഷിയാദാ. Jesus. Amen. പത്രോസിന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നത് പോലെ And just as he was being ഇന്ന് പല pricked in his ചിലതിന്റെ heart, ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നുണ്ട്. some people are being pricked in their heart നീ today. തള്ളിക്കളഞ്ഞു പോയെങ്കിലും, Even if you betrayed or denied and gone away. അറിയുന്നില്ല എന്ന് പറഞ്ഞു പോയപ്പോഴും Even when you said, I don't know, and ഞാൻ went away. ആദ്യം വന്ന് നിന്റെ അടുക്കലാ. The first person I came was to you. ഞാൻ ചതിയാനല്ല നിന്നെ വിളിച്ചത്, I did not call you a deceiver. കുഞ്ഞേന്നാ വിളിച്ച് വന്നത്. I called you child. നമ്മുടെ പാപം പലതും നേർക്ക് നിന്നപ്പോഴും, When many of our sins were in front of our face. യേശുവിൻ നമ്മെ അകറ്റിക്കളഞ്ഞപ്പോഴും, Even when many people put us ആരാധന apart. ഉപേക്ഷിച്ചപ്പോഴും, When the worship put us aside. പ്രാർത്ഥന ഉപേക്ഷിച്ചപ്പോഴും, When we put aside the prayer. ഉപവാസ പ്രാർത്ഥന When വരാതിരുന്നപ്പോഴും, we did not come for the prayer and ഇന്ന് fasting. രാവിലെ കർത്താവ് വിളിക്കുക, Today Jesus is കുഞ്ഞേ, calling. Oh child, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. do you truly love me? Hallelujah. എന്റെ സമയം തീർന്നു. My time is over. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. I'm going to say quickly and stop. പത്രോസോട് പറഞ്ഞു, And he said to Peter, മോനെ, ഇതൊന്നും "Oh son, none of ഞാൻ this സ്വർഗത്തിലുള്ളപ്പോഴല്ല, happened while I was in heaven. ഞാൻ It was ഭൂമിയിലുള്ളപ്പോഴാണ്. when I was on earth. എന്നാ ഞാൻ പോവുക. But I'm going." Jesus, നീ thank എന്റെ you. വചനവുമായി And you will stand with my word. ആഫ്രിക്കയിൽ പോകുമ്പോൾ, When you go to Africa, പാകിസ്ഥാനിൽ പോകുമ്പോൾ, when you go to Pakistan, ചൈനയിൽ പോകുമ്പോൾ, when you go to China, മഹാരാഷ്ട്രയിൽ when you go പോകുമ്പോൾ, to Maharashtra, ഫിലിപ്പീൻസിൽ when you go to പോകുമ്പോൾ, Philippines. Amen. Jesus. Thank you, Lord. അവിടെ ചില കാവൽക്കാരുണ്ട്, There will be some gatekeepers there. പട്ടണക്കാരുണ്ട്. There are some people of the land there. അറിയുന്നില്ല എന്ന് നീ പറയരുത്. Don't say you don't know me, കാരണം നിന്നെ എനിക്ക് വേണോടാ. because I need you. നീ എന്റെ ജീവനാ. You are my life. Thank you, Lord. നിനക്ക് വേണ്ടിയാ, It's for you and you alone. നിനക്ക് വേണ്ടിയാ It's for you. അവസാന തുള്ളി രക്തം ഞാൻ കൊടുത്തത്. I gave the last drop of നീ my എന്റെ blood. ജീവനാ. You are my life. നീ എന്റെ ജീവനാ. You are my life.
Jesus. Thank you, Lord. ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Oh, child of God who's sitting here today. നീ സാധാരണക്കാരനല്ല. You are not an ordinary person. ഏത് വീട്ടിലും ജനിച്ചതാകട്ടെ, You may be born in any ഏത് home. ജോലി You ചെയ്യുന്നവനാകട്ടെ, may be doing any kind of പക്ഷേ job. എന്റെ യേശു ഇന്ന് മകൻ മനസ്സ് തുറന്ന് പറയുക, But today Jesus is open, നീ എന്റെ speaking with open ജീവനാണ്. arms. You are my നീ life. എന്റെ ജീവനാണ്. You are my life. എനിക്ക് നിന്നെ വേണം. I need you. Thank you, Lord. പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ But when I resurrected, നിന്നോട് എനിക്ക് ചോദിക്കാമായിരുന്നു, I could have asked you, എന്തിനാ പത്രോസേ എന്നെ അറിയുന്നില്ല എന്ന് നീ oh, പറഞ്ഞത്? Peter, why did you say you did പക്ഷേ not know ഞാൻ me? നിന്നോട് ചോദിച്ചില്ല. I did not ask you that. ഇതുവരെയും ചോദിച്ചില്ല. I never asked you that. കാരണം എന്താണെന്നറിയാമോ? You know why? എനിക്കറിയാം, I know. ഞാൻ നിന്നോട് നേരിട്ട് ചോദിച്ചാൽ If I ask you നീ face എന്നെ to വിട്ടു face, പോകുമെന്ന് I എനിക്കറിയാം. know you will leave me. Jesus, thank you, Lord. നീ എന്നെ ഉപേക്ഷിക്കുമെന്ന് എനിക്കറിയാം. I know you will leave me. എന്റെ തലവട്ടം കാണുമ്പോൾ നീ മാറി നടക്കുമെന്ന് I എനിക്കറിയാം. know if you see my face, you will walk away. അതുപോലും സ്വർഗം അനുവദിച്ചില്ല. Even that the heaven did not allow. Thank you, Lord. Thank you, Lord. Thank you, Jesus. എത്ര വട്ടം How many times? How many times? സ്വർഗം നമ്മോട് ചോദിക്കാമായിരുന്നു. Heaven could have asked us. എന്നിട്ടും ചോദിക്കാതെ വിട്ടത് And the reason why he did not നിന്റെ ask us മിടുക്കുകൊണ്ടല്ല, is not because he wanted to let you go. എന്റെ കർത്താവിന്റെ സ്നേഹം കൊണ്ട്. It's because of his love. Jesus, thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Jesus. ഇത് ലാസ്റ്റ് ദിവസമാണ്. This is the last day. ഉപവാസ പ്രാർത്ഥന ലാസ്റ്റ് ദിവസം. This is the last day. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. Let me say like this and end. ഈ അഭിഷേകം This anointing. നിന്റെ മേൽ തരാമെന്ന് പറഞ്ഞത് The reason why he said, I'm going to give it to you. യേശു പറയുക, Jesus is saying, നിന്നെ എനിക്ക് വേണം. I need you. Thank you, Lord. Thank you, Lord. നിനക്ക് ഞാൻ വീട് ഒരുക്കാൻ പോവാ. നിനക്ക് ഞാൻ വീട് പണിയാൻ പോവാ. I'm going to build a mansion for you. അവിടെ നീ വരണം. You must come there. പക്ഷെ നീ ഇനി നിനക്ക് വരുന്നത്, But everything that comes for you now. ഹലോ, Amen. ഈ ഉപവാസം കഴിയുമ്പോൾ നിനക്ക് വരുന്നത്, And what is coming after this പത്രോസേ, fasting for you? ഇനി നീ എന്റെ നാമമായി നീ ഇറങ്ങുമ്പോൾ Now when you step out with my name, ആ പഴയ പെൺകുട്ടി അല്ല നിനക്ക് ഇനി you are വരുന്നത്. not going to see that old girl. പഴയ ഒലുമല അല്ല നിനക്ക് വരുന്നത്. You're not going to have that old Mount വാള് Olive കൊണ്ടുവരുന്ന experience. പഴയ പടയാളി അല്ല നിനക്ക് It's മുമ്പിൽ not going to be വരുന്നത്. the old army that came against you. പഴയ കാറ്റും കോളും അല്ല നിനക്ക് ഇനി It's not going to be വരുന്നത്. the old wind and storm that's coming. ഹെരോദാവിന്റെ വാളാ ഇനി വരാൻ It is going to പോകുന്നത്. be the sword of Herod that's അന്ന് coming നീ against പഴയ you. വടകും വല എടുക്കാതിരിക്കണമെങ്കിൽ, And in order for you not to take അന്ന് the നീ boat എന്നെ and the net വിട്ടു that day, പോകാതിരിക്കണമെങ്കിൽ, in order for you not to ഈ leave me that അഭിഷേകം day, നിന്റെ കൂടെ വരണം. this anointing must come upon you. Oh, Jesus. എഴുന്നേറ്റ് ആരാധിക്കാൻ തോന്നുമെങ്കിൽ എഴുന്നേറ്റ് ആരാധിച്ചോ. If you feel like worshiping the Lord, standing up, stand up and worship ഈ Him. അഭിഷേകം നിന്റെ മേൽ വന്നാ, If this anointing comes on you, ഹെരോദാവിന്റെ വാള് കാണുമ്പോൾ when you see the sword of Herod, പിന്മാറി പോകത്തില്ല. you will not go back. Jesus. കൃപ 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 Jesus. കൃപ 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 Jesus. കൃപ 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 Jesus. കൃപ കൃപ Jesus. കൃപ 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 Jesus. Hallelujah. കൃപ കൃപ. Jesus. എത്ര പേർ വിശ്വസിക്കുന്നു? How many people എത്ര believe? വിശ്വസിക്കുന്നു? How many people ഈ believe ആത്മാവ് നിങ്ങളുടെ മേൽ വരട്ടെ. this power may come upon you? Rukalabasandala rialabashiaramana. ഈ ആത്മാവ് കൊണ്ട് നീ കാറേ കയറാവൂ. Don't go into your car ഈ without the ആത്മാവ് കൊണ്ട് Spirit. നീ വീട്ടിൽ ചെല്ലാവൂ. Go home with the Spirit. ഇനി പഴയ പോരാട്ടമല്ല, It is not the old ഇനി attack. പഴയ വെല്ലുവിളിയല്ല, It is not the old ഇനി challenges. പഴയ മാനേജർ It അല്ല, is not the old managers. അതിനേക്കാൾ വലുതാ വരാൻ Even പോകുന്നത്. something greater is coming പക്ഷേ against നീ you. പിന്മാറി But പോകാതിരിക്കാൻ, in order that you will not go പഴയ back, പടകും വലയും that എടുക്കാതിരിക്കാൻ, you will not go with your own ഈ journey, അഭിഷേകം നിന്റെ മേൽ വരട്ടെ. let this anointing come upon you. Jesus. Oh, Ramana Siarabashio. ഈ അഭിഷേകം വരട്ടു ദൈവദാസനെ. Let this anointing come upon you, man of ഈ God. അഭിഷേകം വരട്ടു ദൈവദാസനെ. Let this anointing come upon you. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ശക്തമായി സഭയോട് പറയുക. I don't know, but the Spirit of God speaking പട്ടണം strongly to the എതിരായാലും church. പട്ടണം Even എതിരായാലും if the land be against you, ഇവിടുത്തെ നിയമം എതിരായാലും even if the law is against you, ഇവിടുത്തെ ലോ എതിരായാലും even if the law is against നീ you, തകരത്തില്ല. you will not be കാരണം destroyed. നിന്റെ മേൽ അഭിഷേകമുണ്ട്. Because there is an anointing on you. There is an anointing on you. ഒരുമിച്ച് ആരാധിക്കുക. Clap your hands and worship the Lord Shout together. together. Hallelujah. നിർജീവമായി
നിർജീവമായി പോകരുത്. Don't go without നിർജീവമായി life. പോകരുത്. Don't go without life. വെറുതെ പോകരുത്. Don't go back empty-handed. പോകരുത്. Don't go back empty-handed. പോകരുത്. Don't go back empty-handed. അഭിഷേകത്തിന്റെ ശക്തി. Go with the power of the anointing. Receive ചെയ്തപ്പോ. Receive it now. Receive ചെയ്തപ്പോ. Receive it and go. Jesus. ദൈവദാസന്മാരെ, Hallelujah. Men of God. അഭിഷേകം വെളിപ്പെട്ട് Let the anointing be revealed. ശുശ്രൂഷ മാറട്ടെ. Let the ministry be changed. Shama Baba Rabba Soto Loreka. ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. Let me say one more thing this morning. പല പാപത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടു. പല പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടു. Even after we did so many sins, കർത്താവിന്റെ ഹൃദയം വേദനിച്ചിട്ടു. even when Jesus' heart was broken, എന്നോടും നിന്നോടും നിന്റെ കുഞ്ഞുങ്ങളോടും ചോദിക്കാതെ കർത്താവ് വിട്ടത്. the reason why Jesus let us കർത്താവ് go without asking കാണാഞ്ഞിട്ടല്ല, us, കാണാഞ്ഞിട്ടല്ല. not because Jesus did not see it, നീ പിന്മാറി പോകുന്നു കണ്ടിട്ടോ. because he knew you would go back, അടുത്ത ഞായറാഴ്ച യോഗത്തിന് വരത്തില്ലെന്ന് കർത്താവ് കണ്ടിട്ടോ. because he knew you would not come next Sunday for worship. മാത്രം സ്നേഹിക്കും Thank you, ദൈവമില്ലേ? Lord. Isn't there such a great Lord who loves us? എന്റെ യേശുവിനെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ നിനക്ക്? Can you grab a hold and hug on to my Jesus? പാസ്റ്റർ ഷിബുവിനെ അല്ല കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. Hallelujah. I'm ഞാൻ not. എന്റെ യേശുവിനെ Hallelujah. കെട്ടിപ്പിടിച്ചിരിക്കുന്നു. Hallelujah. Jesus. Jesus. I'm not grabbing the person standing next to me. I'm grabbing Jesus. എനിക്ക് തന്ന സമയത്ത് 5 മിനിറ്റ് മുമ്പോട്ട് പോയെന്ന് I എനിക്കറിയാം. know I've gone over 5 minutes പക്ഷേ than what was ഇന്ന് given പകൽ to ഒരു me. വാക്ക് ചോദിക്കട്ടെ. Let me ask you in one question. നിൽക്കുന്നിപ്പിന്ന് പറയാമോ കർത്താവേ? Where you are standing, can you say this? ഞാൻ ബലഹീനനാണ്. I am weak. ഞാൻ സാഹചര്യത്തെ ഒത്തു മാറും ഞാൻ. I change depending on the situation. പക്ഷേ നീ നിന്ന് വിട്ടുപോകാതിരിക്കേണ്ടത്. But in order that you would not leave ഈ me, അഭിഷേകം എന്റെ മേൽ വരണമേ. that I would not leave you, let this anointing come upon me. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും Is there ഉണ്ടെങ്കിൽ anyone who has a desire to pray like that? ഒരു നിമിഷം മുമ്പോട്ട് വരാം. Will you come quickly? 1 minute. 1 ഓടി minute. വരാം, ഓടി വരാം. 1 minute. 1 minute. ഈ Come quickly. ഉപവാസത്തിന്റെ അവസാന സമയമാണിത്. This is the last moments of this prayer. അവസാന This സമയമാണിത്. is the last moments of this ഈ prayer. അഭിഷേകം ജനത്തിന് വ്യാപരിക്കപ്പെടുന്നത്. Hallelujah. ഇനി നീ ഒറ്റയ്ക്കല്ല നീ പോകുന്നത്. You're not going alone. നീ ഒറ്റയ്ക്കല്ല നീ You're പോകുന്നത്. not going alone. മുമ്പോട്ട് വാ ദൈവദാസന്മാരെ. അഭിഷേകദാസനെ വന്നട്ടെ. Let all the anointed men of God കർത്താവിനെ come forward. സൗഖ്യമാക്കുകയാ. God is healing you. ഈ അഭിഷേകം കൂടെ വരാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? Many people want this anointing to come with you. ഇനി നീ ഒറ്റയ്ക്കല്ല. You are no longer alone. ഏത് ഒലിവുമല വന്നാലും, No matter which Mount Olives come, ഏത് കാറ്റ് വന്നാലും, no matter what wind comes, ഏത് തിരമാല no matter വന്നാലും, what storm comes, ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, today the Holy Spirit is നീ saying, ഒറ്റയ്ക്കല്ല. you are not alone. നീ ഒറ്റയ്ക്കല്ല. You are not alone. നീ ഒറ്റയ്ക്കല്ല. You're not alone. അഭിഷേകം നിന്നെ തൊടുകയാ. The anointing is touching you. ജീസസ്. Hallelujah. അഭിഷേകം തൊടുകയാ. The anointing is touching you. അഭിഷേകം The തൊടുകയാ. anointing is touching you. അഭിഷേകം The തൊടുകയാ. anointing is touching you. അഭിഷേകം The തൊടുകയാ. anointing is touching you. എന്റെ കരത്തെ വ്യാപരിക്കുന്ന അഭിഷേകം. Receive it now. എന്റെ ശരീരത്തെ വ്യാപരിക്കുന്ന അഭിഷേകം. The anointing is flowing through my body. കുഞ്ഞിനെ കൊണ്ടുവാ. Bring the boy. അഭിഷേകം ഇറങ്ങട്ടെ. The anointing is coming down. അഭിഷേകം The ഇറങ്ങട്ടെ. anointing is coming down. രോഗസൗഖ്യം Let വ്യാപരിക്കട്ടെ. there be a healing right now. യേശുവിൻ നാമത്തിൽ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. In the name of Jesus. കർത്താവ് ഇന്ന് പകൽ ഇവനെ സൗഖ്യമാക്കി. This morning the Lord is healing this child. ഞാൻ ആത്മാവിൽ കാണുന്നു. I am seeing in the spirit. ഞാൻ ആത്മാവിൽ കാണുന്നു. I am seeing it in the spirit. ഒരു ട്യൂബിൽ കൂടെ Through a tube, യെല്ലോ കളറുള്ളതായ വെള്ളം yellow colored water, ട്യൂബിൽ കൂടെ കടന്നു പോകുമ്പോൾ as it is passing through the tube. വൈറ്റ് ട്യൂബ് യെല്ലോ കളറായി മാറുന്ന പോലെ That tube is becoming yellow. ഈ കുഞ്ഞിന്റെ ബ്ലഡിന്റെ മേൽ വ്യാപരിക്കുന്ന It's a thing that's working in the blood of this ഇതിന്മേൽ boy വ്യാപരിക്കുന്ന and upon his skin രോഗഗണമേ and upon the sicknesses. യേശുവിന്റെ ആത്മാവ് ഇറങ്ങുന്നു. The spirit of Jesus is coming നീ down. വന്നത് വെറുതെയല്ല. You did not come just for ഇന്ന് simply. പകൽ നിന്നെ കർത്താവ് തൊടുകയാ. God is touching you this morning. യേശുവിൻ നാമത്തിൽ In the name of Jesus. അഭിഷേകം വെളിപ്പെട്ടു വരട്ടെ. Let the anointing come down on അഭിഷേകം you. വെളിപ്പെട്ടു Let വരട്ടെ. the anointing be revealed. അഭിഷേകം വെളിപ്പെട്ടു Let വരട്ടെ. the anointing be revealed. അഭിഷേകം Let the വെളിപ്പെട്ടു വരട്ടെ. anointing be revealed. അഭിഷേകം The വെളിപ്പെട്ടു anointing വരട്ടെ. be revealed. അഭിഷേകം Let the വെളിപ്പെട്ടു anointing be revealed. Yes. Yes, Lord. Yes. Jesus. Yes. Hallelujah. Yes. എന്നിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി. The exceeding greatness of the power. The exceeding greatness of his power. Worship, 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 worship. Worship powerfully. Worship powerfully. Worship powerfully. ശക്തിയോടെ Worship powerfully. യേശുവിൻ നാമത്തിൽ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. In the name of Jesus.
Ura baba shikura baba da riala ba samdala re. Ura bala re kasadulu riala ba shita mana. Jesus. Jesus, Jesus. ദൈവാത്മാവനോട് പറയുന്നു, The Spirit of God is telling me ഇതിനകത്ത് നിൽക്കുന്ന ചിലതിന്റെ കെട്ട് കർത്താവ് പൊട്ടിക്കുക, today God is breaking the bondages of some people. അസ്ഥിയിടമുള്ള രോഗത്തെ കർത്താവ് മാറ്റുകയാണ്, The sickness in your bones is being healed. ഞരമ്പുകളെ വലിച്ചു പറിക്കുന്ന രോഗം The മാറുകയാണ്, sickness in your nerves is being healed. ഉറക്കത്തെ ദൈവം മടക്കി തരികയാണ്, The sleep is being restored. ഇതിനകത്ത് നിൽക്കുന്ന ചിലർ വിവാഹം ദൈവം നടത്താൻ പോവുകയാണ്. In some people standing here, the marriage is going to take place. Hallelujah. Amen. ഇന്ന് Amen. പകൽ ഇവിടെ തിരിച്ചു പോകുന്നത്, When you leave this place today, നീ ക്ലോക്കെ നോക്കരുത്, don't look at the clock. നീ അഭിഷേകത്തെ നോക്ക്, Look at the anointing. അഭിഷേകത്തെ നോക്ക്. Look at the anointing. ഇന്ന് പകൽ ദൈവാത്മാ സഭയോട് പറയുന്നു, This morning, the Spirit of God is telling the church. ഈ അഭിഷേകവുമായി പോകാൻ എത്ര പേർ How തയ്യാറാണ്? many people are ready to go back with the Please, anointing? മുമ്പോട്ട് Come വന്നാട്ടെ, close, come close, മുമ്പോട്ട് വന്നാട്ടെ. come close. ഞാൻ ആത്മാവ് നിങ്ങളുടെ മേൽ കൈവയ്ക്കുകയാണ്. The Spirit of God is putting എന്റെ His hand upon you. ശരീരത്തിൽ അത്യന്ത ശക്തിയുണ്ട്. There's an exceeding greatness of അത് power in my നിങ്ങളുടെ മേൽ body, വയ്ക്കുകയാ. and I'm touching you with that. Jesus. Receive it. Receive it now in Jesus' name. Jesus. Receive it now in Jesus' name. Jesus. Receive it now in Jesus' name. Jesus. Hallelujah. ആരെ കണ്ണു നിൽക്കരുത്. Don't let anyone stand here with their eyes open. ഒരു ഷവറിന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ നിൽക്ക്. Stand as if you're taking a shower. ഒരു ഷവറിന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ Stand നിൽക്ക്. if you're taking a shower right now. ഇന്ന് പകൽ നിന്റെ ശരീരത്തിന്റെ നില അറിഞ്ഞ്, Knowing the condition of your നിന്റെ body. ശരീരത്തിന്റെ അവസ്ഥ അറിഞ്ഞ്, Knowing the condition of your body. ചൂട് വേണമെങ്കിൽ ചൂട്, If you need warm water, then warm തണുപ്പ് water. വേണമെങ്കിൽ തണുപ്പ്, If you want cold water, then ആ cold water. ഷവറിൽ ചിലരുടെ മേൽ ഒഴുകുക. That shower is coming down. ആമേ ബൈക്ക് നിൽക്കുന്നവരുടെ മേൽ ഒഴുകുക. It's coming all the way to the back. ഇന്ന് പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാ, And I'm speaking and calling out in the Spirit. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സ്ഥിതി മാറ്റുകയാ. God is changing your situations. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിക്കുക, Let all hands be lifted high. എല്ലാ കരങ്ങളും Let all ഉയർത്തിപ്പിടിക്കുക. hands be lifted high. ദൈവാത്മാവേ, Oh, Holy God, ഈ Holy കരത്തെ Spirit. നിന്റെ കരങ്ങളിൽ തരികയാ. I am giving all these hands ഈ into your hands. കരങ്ങളിലെല്ലാം ഈ ശക്തി വരണം കർത്താവേ. Let upon all these hands that the power of God come. പെന്തക്കോസ്തിന്റെ അനുഭവം വരണം കർത്താവേ. That there would be a Pentecost ഈ experience. അങ്കിൾമാരെ തുറണമേ കർത്താവേ. Touch these uncles. ഈ അഭിഷിക്തന്മാരെ തുറണേ Touch കർത്താവേ. these anointed men. ഇവർ വീട്ടിലേക്ക് പോകട്ടെ. That I may go home. അവർ കാറിൽ കയറുമ്പോൾ, That when they get in the car. അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, That when they go to their children. അവരുടെ ജോലി സ്ഥലത്ത് That ചെല്ലുമ്പോൾ, when they go back to their ഈ workplace. അഭിഷേകം അവർക്ക് മുമ്പേ പോകട്ടെ. Let this anointing go before them. Right now. Right now. ഇപ്പോൾ തന്നെ, Right now. ഇപ്പോൾ തന്നെ, Right now. ഇപ്പോൾ തന്നെ, Right now. ഇപ്പോൾ തന്നെ. Right now. കരങ്ങൾ തട്ടി കർത്താവിനെ സ്വീകരിച്ചാൽ Clap your hands and worship the Lord. Shama baraka sabto la riala ba samdaladia.